കൊച്ചി തൃക്കാക്കരയിൽ മാലിന്യം ശേഖരിക്കാൻ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന തുക 200 രൂപയായി വർദ്ധിപ്പിച്ചതിൽ നിന്ന് 70 രൂപ നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള UDF ഭരണസമിതി തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇത്തരത്തിലുള്ള നഗരസഭയുടെ കൊള്ള നയത്തെ ശക്തമായി എതിർക്കുമെന്ന് LDF കൗൺസിലർ ജിജോ ചിങ്ങത്തറ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തൃക്കാക്കര നഗരസഭാ പരിധിയിൽ മാലിന്യം ശേഖരിക്കുവാനുള്ള ഫീസ് ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാൻ ഭരണകക്ഷിയായ UDF തീരുമാനിച്ചത്. വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന തുക 200 രൂപയായി വർദ്ധിപ്പിച്ചതിൽ നിന്ന് 70 രൂപ നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുവാനുള്ള ഭരണസമിതി തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷിയായ LDF പ്രതിഷേധത്തിലാണ്. അജണ്ടയിലില്ലാത്ത വിഷയം തിടുക്കപ്പെട്ട് ഏകപക്ഷീയമായി ഭരണസമിതി നടപ്പിലാക്കുകയായിരുന്നുവെന്ന് LDF കൗൺസിലർ ജിജോ ചിങ്ങത്തറ പറഞ്ഞു. അജണ്ടയില്ലാത്തൊരു വിഷയത്തിൽ കൗൺസിൽ ചർച്ച വരികയും ആ ചർച്ചയുടെ തീരുമാനം 200 രൂപയായിട്ട് മാലിന്യം നമ്മുടെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് ഈടാക്കാമെന്നുള്ള തീരുമാനം കൗൺസിലിൽ അനൗദ്യോഗികമായി എടുക്കുകയുണ്ടായി. അന്ന് തന്നെ ഞങ്ങൾ പ്രതിപക്ഷാംഗങ്ങളായ ഞങ്ങൾ 18 കൗൺസിലർമാരും ആ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ്. കാരണം 200 രൂപ ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നത് ഒരു തെറ്റായ തീരുമാനമാണെന്നും അതിന് പകരം ഹരിതകർമ്മസേനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളാടിസ്ഥാനത്തിൽ നിശ്ചയിക്കുകയും അവർക്ക് PF-ഉം ESIയും കിട്ടുന്ന രീതിയിൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. 200-ൽ നിന്ന് 130 രൂപ ഹരിതകർമ്മസേനക്കും 70 രൂപ നഗരസഭയിലേക്കും പിടിച്ചു പറിക്കുന്ന ഒരു കൊള്ള നയമാണ് ഇന്നത്തെ അജണ്ടയിൽ കൊണ്ടുവന്നത്. നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം മുൻ കൗൺസിൽ എടുത്തതെന്നാണ് UDF വാദം. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, കൊച്ചി.